ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കളായി നമ്മൾ ഒരു വർഷം തുടർച്ചയായി മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വലിയ ശുശ്രൂഷ ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട മക്കൾ, നമുക്ക് ദൈവം നൽകിയ മക്കൾ, ഇന്ന് പല കുഞ്ഞുങ്ങളും ചില ദുശ്ശീലങ്ങൾ അടിമപ്പെട്ടിട്ടുണ്ട്. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, പുകവലിയുടെയൊക്കെ ദുശ്ശീലങ്ങളുള്ള മക്കൾ. അത് പലപ്പോഴും മാതാപിതാക്കളെ അറിയുന്നുണ്ടാവാം, മറ്റുള്ളവർ പറഞ്ഞ് അറിയുന്നുണ്ടാകും. മക്കളെക്കുറിച്ച് ചിലപ്പോൾ അവരുടെ ബാഗൊക്കെ പരിശോധിക്കുമ്പോൾ കിട്ടിയ മാതാപിതാക്കളുണ്ട്. അവരെ ഇന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിക്കാം. സങ്കീർത്തനം 4 അതിൻ്റെ 7-ാം വചനം ഇങ്ങനെയാണ് പറയുക: ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടാകുന്നതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവ് നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് നൽകിയിരിക്കുന്ന ആനന്ദം കൂദാശകളിലൂടെ, മാമോദീസായിലൂടെ, സൈഡിലേപനത്തിലൂടെ, വിശുദ്ധ കുർബാന, കുമ്പസാരം തുടങ്ങിയ കൂദാശകളിലൂടെ ചെറുപ്പകാലത്ത് തന്നെ മക്കളിലേക്ക് ലഭിച്ചിരിക്കുന്ന ആനന്ദം ഇന്ന് പല പ്രവൃത്തി ദോഷം മൂലം നഷ്ടമാക്കിയിട്ടുണ്ട്. അത് അവരുടെ ജീവിത പരാജയത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മക്കൾ, പാപത്തിലേക്ക്, മദ്യത്തിലേക്ക് വീണുപോയ മക്കൾ, വീഞ്ഞിന് ലഹരിയിലേക്ക് വീണുപോയ മക്കളെ തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പനും അമ്മയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആനന്ദം നമ്മുടെ മക്കളിലേക്ക് ഒഴുകിയിറങ്ങുവാൻ പ്രിയപ്പെട്ട അപ്പ, അമ്മ, നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾ തിരികെ വരും. അവരുടെ ബോധത്തോടെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, അവരുടെ ജീവിതത്തിലുള്ള ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഇന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കൃപയാൽ നമ്മുടെ മക്കളെ വീണ്ടെടുക്കും. സങ്കീർത്തനങ്ങൾ 4:7 ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ലോകവസ്തുക്കളിലും ഭൗതിക മേഖലയിലും ലഹരികളിലും ഞങ്ങളുടെ മക്കൾ ആനന്ദവും സംതൃപ്തിയും കണ്ടെത്തുന്നതിന് പകരം ആത്മീയമായ അനുഭവങ്ങളിലൂടെയും ജീവിത മൂല്യങ്ങളിലൂടെയും സന്മാർഗ ജീവിതത്തിനും കാരണക്കാരായി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് അതിൽ ആനന്ദിക്കുവാൻ, കൃപയുടെ മക്കളാകുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവിക ശക്തിയും കൃപയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിറഞ്ഞ് മൂല്യബോധത്തിൽ വളരുകയും മറ്റുള്ളവർക്ക് മാതൃകയായും ചെയ്യട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.